1 കൊരിന്ത്യർ 12-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? യാഹൂവയോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേര് ഗോപിക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ടീം അഥവാ കൂട്ടായ്മ. ഒരു ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ പോലെ ഒരു കൂട്ടായ്മയിലെ വിവിധ കഴിവുകൾ ഉള്ള വ്യക്തികൾ. ഞാൻ വിജയിക്കാം, പരാജയപ്പെടാം എന്നതിനെ മറികടന്ന് ഞങ്ങൾ ഒരുമിച്ച് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാമെന്ന് പറയുന്നതിലേക്കാണ് ടീം അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന കോൺസെപ്റ്റ് എന്നെ കൊണ്ടെത്തിക്കുന്നത്. ടീം വർക്ക് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ചോയ്സ് ഇൻ മെനി കേസസ്. കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലികളെ എളുപ്പവും വേഗമേറിയതുമാക്കുന്നു. ഒരു ടീമിലെ എല്ലാ ടീംമേറ്റ്സിനും വിവിധ തരത്തിലുള്ള അനുഭവങ്ങളും വീക്ഷണ രീതികളും ഉണ്ടാകും, അല്ലേ? ഇവയെല്ലാം സംയോജിപ്പിച്ചാൽ ഒരു ജോലിയെ മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഈ അടുത്ത് നടന്ന T20 വേൾഡ് കപ്പ് ഉണ്ടല്ലോ, അതിൽ ഇന്ത്യ അടക്കം ഓരോ ക്രിക്കറ്റ് ടീംസിൻ്റെയും കോൺട്രിബ്യൂഷൻ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്രത്തോളം വേഗത്തിലാണ് ആ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. കൂടാതെ കൂട്ടത്തിൽ മികച്ച കഴിവുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി ഇത് മാറുന്നു. ഏത് പ്രതിസന്ധിയിലും ഇത് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം പ്രദാനം ചെയ്യുന്നു. പ്രോബ്ലം സോൾവിംഗ് ആണ് അടുത്ത ബെനിഫിറ്റ്. തൻ്റെ ആശയങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ ആ വർക്കിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും പരിഹരിക്കുവാനും കഴിയുന്നു. ഇതിനിടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായേക്കാം, പക്ഷേ അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ തന്നെ നമ്മൾ നയിക്കണം. നമ്മുടെ കുറവുകൾ കൂടാതെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല കഴിവുകളെയും നമ്മൾ തന്നെ അറിയാതെ പുറത്തെടുക്കാൻ ഒരു ടീം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത് കുറേ ടോപ്പിക്സിനെ കുറിച്ച് സംസാരിച്ചു, ലൈക്ക് ക്രിയേറ്റീവ് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ലീഡർഷിപ്പ്, ഡ്രീംസ് ടു റിയാലിറ്റി, ചേഞ്ച്. ഈ ടോപ്പിക്സ് എല്ലാം ടീം എന്ന ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. ടീം വർക്കിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, കൂട്ടത്തിൽ ഒരാൾ മിസ്റ്റേക്ക് ഉണ്ടാക്കിയാലും അത് ഐഡൻറ്റിഫൈ ചെയ്യാനും പരിഹരിക്കാനും ടീമിലെ മറ്റംഗങ്ങൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ടെൻഷൻ പിടിച്ച് ജോലി ചെയ്യേണ്ട അവസ്ഥ അവിടെ ഉണ്ടാവുന്നില്ല. അതായത് ഇതിലൂടെ ജോബ് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കുകയും ആ ജോലി ചെയ്യാൻ താല്പര്യം വളർത്തുകയും ചെയ്യുന്നു. ചെയ്യുന്ന ജോലി ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ചെയ്യാനാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ടീം വർക്കിനെ കുറിച്ച് ഡീമെറിറ്റ്സും കൂടിയുണ്ട്, അതും കൂടി സൂചിപ്പിക്കാം. ക്ലാഷസ് അഥവാ കോൺഫ്ലിക്ട്സ് ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കുന്നത് കൊണ്ട് ടൈം കൺസ്യൂമിങ് പ്രോസസ്സായിട്ട് നമുക്കിതിനെ കാണാം. ഇതുകൂടാതെ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു ടീമിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തി ചീറ്റിംഗ് നടക്കാനുള്ള സാധ്യത. പിന്നെ ഓഫ് കോഴ്സ് ഒരാൾ ചെയ്യേണ്ട ജോലി 5 പേരായി ചെയ്യുമ്പോൾ അധികമായി പണം ചിലവാക്കേണ്ടി വരുന്നു കമ്പനിക്ക്. ഇതൊക്കെ ചെറിയ ചെറിയ ഡീമെറിറ്റ്സ് ആണ്. പക്ഷേ ഇതെല്ലാം റിസോൾവ് ചെയ്ത് അല്ലെങ്കിൽ അതിജീവിച്ച് ധാരാളം കമ്പനികൾ മികച്ച ടീമിലൂടെ തന്നെ വിജയം കൈവരിക്കുന്നത് നമുക്ക് കാണാനായി സാധിക്കുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന ഈ ടീമിനും ഒരു ഗോളുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് നീങ്ങിയാൽ വിജയം നമ്മോടൊപ്പം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.